CBIയെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് പശ്ചിമ ബംഗാൾ സർക്കാർ നൽകിയ ഹർജി തള്ളണം എന്ന കേന്ദ്ര ആവശ്യം സുപ്രീം കോടതി നിഷേധിച്ചു. ഫെഡറൽ സംവിധാനത്തിൽ ദൂരവ്യാപക സ്വാധീനമുണ്ടാക്കുന്ന വിഷയം എന്ന് കോടതി നിരീക്ഷിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. അച്യുതൻ, എന്താണ് കോടതിയുടെ നിരീക്ഷണം? വേണു, ബംഗാളിലെ സന്ദേശ് ഖാലിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ വിഷയത്തിന്റെ ആരംഭം. അന്ന് CBI കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിനെതിരെയായിരുന്നു ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് സംസ്ഥാന ഭരണത്തിനുമേലൊരു കടന്നുകയറ്റം അത് CBIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കേന്ദ്ര സർക്കാർ CBIയെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി സമർപ്പിച്ചത്. എന്നാൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഈ ഹർജി തള്ളണമെന്നൊരാവശ്യമായിരുന്നു കേന്ദ്ര സർക്കാരും മുന്നോട്ട് വെച്ചത്. എന്നാൽ ആ ആവശ്യം ഇപ്പോൾ കോടതി അംഗീകരിച്ചിട്ടില്ല. മറിച്ച് ഈ ഹർജി നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് പ്രാഥമികമായി സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഫെഡറലിസത്തിൽ ദൂരവ്യാപക സ്വാധീനം ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ തള്ളിക്കളയാനാകില്ല എന്നുള്ളത് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഓഗസ്റ്റോടെ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഉയർത്തുന്ന പ്രശ്നങ്ങൾ അത് കൃത്യമായി ലിസ്റ്റ് ചെയ്ത ശേഷം സെപ്റ്റംബറിൽ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ CBI കേസെടുക്കുന്നതിനെതിരെയായിരുന്നു ഈ ബംഗാൾ സർക്കാർ ഹർജി സമർപ്പിച്ചത്. എന്തായാലും സെപ്റ്റംബറിൽ ഇതിൽ നിർണായക ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.